ഇപ്പോൾ നമ്മളിതാ അതിർത്തികൾ സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കോസ്റ്റൽ റീജിയൻസ്, അതായത് കടൽ തീരങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, LRASHM, എന്താണ് ഇതിന്റെ ഫുൾ ഫോം? ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് മിസൈൽ എന്ന പുതിയ മിസൈൽ നമ്മുടെ കോസ്റ്റൽ റീജിയനുകളിൽ വിന്യസിക്കാനായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ബ്രഹ്മോസിനെക്കാട്ടിലും വേഗത്തിലും മാരക ശക്തിയിലും ഇതിനെ ആക്രമിക്കാൻ കഴിയും എന്നുള്ളതാണ്. നിർമ്മിക്കാൻ ഇതിന് ചിലവ് കുറവായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. പ്രധാനമായും തീരപ്രതിരോധത്തിന്, കോസ്റ്റൽ ഡിഫൻസിന് വേണ്ടിയിട്ടാണ് ഇത് വികസിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ, ശത്രുവിന്റെ യുദ്ധക്കപ്പലുകൾ ഇന്ത്യയുടെ തീരത്തേക്ക് അടുത്തു കഴിഞ്ഞാൽ കരയിൽ നിന്ന് തന്നെ വളരെ ദൂരെ നിൽക്കുന്ന കപ്പലുകളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന മിസൈലാണിത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബ്രഹ്മോസ് നമുക്കുണ്ട്, പക്ഷേ പിന്നെ എന്തിനാണ് ഈ ഒരു മിസൈൽ എന്നുള്ളൊരു ചോദ്യം അപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഉയർന്നു വന്നേക്കാം. ബ്രഹ്മോസ് വളരെ വേഗതയുള്ള സൂപ്പർസോണിക് മിസൈലാണ്, അത്യാധുനികമാണ്. പക്ഷേ ബ്രഹ്മോസിന്റെ നിർമ്മാണ ചെലവ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഇതിന്റെ മറുപടി എന്ന് പറയുന്നത്. ഈ LRASHM എന്ന് പറയുന്ന മിസൈൽ കൂടുതൽ ദൂരം ആക്രമിക്കാനാണ് ഇതിന്റെ ലക്ഷ്യമിടൽ. നിർമ്മാണ ചെലവ് ഇതിന് വളരെ കുറവാണ്. അതിനാൽ ഒരേ പണത്തിന് കൂടുതൽ മിസൈലുകൾ നിർമ്മിക്കാൻ സാധിക്കും. അതായത് ഒരു ബ്രഹ്മോസ് നിർമ്മിക്കുന്ന സമയത്ത് നമുക്കൊരു 5 LRASHM മിസൈലുകൾ നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരമുള്ള തീരപ്രദേശം കൂടുതൽ സുരക്ഷിതമാകും എന്നുള്ളത് കൊണ്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ശത്രു രാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകളെ വളരെ ദൂരെ നിന്ന് തന്നെ ഈ മിസൈലിനെ തടയാനായി സാധിക്കും. കുറഞ്ഞ ചെലവിൽ കൂടുതൽ മിസൈലുകൾ സൈന്യത്തിന് ലഭിക്കും. ബ്രഹ്മോസിന് ഒപ്പം തന്നെ ഉപയോഗിക്കാൻ മറ്റൊരു ശക്തമായിട്ടുള്ള ഒരു ആയുധം കൂടി ഇന്ത്യക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ബ്രഹ്മോസിന് പകരം വരുന്നതല്ല, അതായത് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു മിസൈലാണ്. അതിന് പൂരകമായിട്ടുള്ള കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു മിസൈലാണ്, പകരമല്ല. അതിവേഗവും അത്യന്തം കൃത്യതയും ആവശ്യമുള്ള ദൗത്യത്തിന് ബ്രഹ്മോസ് നമ്മൾ ഉപയോഗിക്കും. ദീർഘദൂര തീരപ്രതിരോധത്തിന് നമ്മൾ LRASHM എന്ന് പറയുന്ന മിസൈൽ ഉപയോഗിക്കും എന്നുള്ളതാണ് ഇതിന്റെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ DRDO ലക്ഷ്യമിടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.